ചങ്കളെ ബേബിയുടെ മിസ്റ്റർ മലപ്പുറം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പെരിന്തൽമണ്ണ തിരൂർക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടുത്തെ ബാവാസ് എന്ന നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ മിസ്റ്റർ മലപ്പുറം നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഘാടകരുടെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്മാനങ്ങൾ, ട്രോഫികളും മെഡലുകളും അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതാ പരിപാടി തുടങ്ങേണ്ട താമസം. ഇപ്പം നമ്മുടെ ബാവാസ് ഓഡിറ്റോറിയം ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു ചെറിയ പാസ്സൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ഈ ഒരു തിരൂർക്കാട് നമ്മുടെ പെരിന്തൽമണ്ണത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇതിൻ്റെതായ ഇത് വരവേൽക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ പരിപാടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ ഈ പരിപാടി എത്രത്തോളം വിജയിക്കും എന്നുള്ളതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ഇതുവരെക്കും വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ തിരൂർക്കാടുള്ള നമ്മുടെ പവർ സ്പോർട്ട് ഫിറ്റ്നസ്സാണ് ഈ ഒരു പ്രാവശ്യത്തെ മിസ്റ്റർ മലപ്പുറം നടത്തുന്നത്. നമ്മുടെ ചങ്കായ റിൻഷാദാണ്. അപ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പാസ് ടിക്കറ്റ് കൊടുത്ത് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതായിപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള സംഘാടകർ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടി തുടങ്ങേണ്ട താമസം. എന്തായാലും നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ടാഗും കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് കയറിയിട്ട മക്കളെ നമ്മളുടെ മെൻ ഫിസിക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. മെൻ ഫിസിക്കിൽ 10-30 പേരോളം ഉണ്ടായിരുന്നു മെൻ ഫിസിക്കിൽ കോമ്പീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ തന്നെ നോക്കിയേ നമ്മളുടെ ബാവാസ് ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് മക്കളെ. ഇത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. കണ്ടില്ലേ ഈ മാൻ ഫിസിക്ക് നമുക്ക് ഇവിടെ ഇത്രയും ഒരു പാസ് വെച്ചിട്ട് പോലും ഇത്രയ്ക്ക് ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനോടുള്ള ഒരു കമ്പം നമുക്ക് ഓരോ ദിവസവും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിജയമായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം വരെ പോട്ടെ എന്ന് നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം. ഇതിപ്പോൾ ഇതാ വുമൺസ് ഫിസിക്കാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ വുമൺ ഫിസിക്കിന് ഇപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളും 2 ഇറങ്ങിയിരുന്നിടത്ത് ഇന്നിപ്പോൾ ഇതാ 8ഉം 9ഉം ഒരു നമ്മുടെ വുമൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളുടെ കിഡ്സ് ആണ് കേട്ടോ. കിഡ്സ് കുട്ടികൾ നമ്മുടെ LKG പഠിക്കുന്ന കുട്ടിയടത്ത് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പോസിങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈസെപ്സും കാര്യങ്ങളൊക്കെ വളരെ കയ്യടിയും കാര്യങ്ങളായിട്ട് ഭയങ്കര പ്രോത്സാഹനമാണ് എന്തായാലും നമ്മളുടെ നാട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കണ്ടില്ല ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റേജിലെ ഒരു കാഴ്ച നോക്കിയാൽ അത്രയ്ക്ക് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ വർഷത്തെ BBAയുടെ മിസ്റ്റർ മലപ്പുറം ഒരു വമ്പിച്ച വിജയം ഇനി ഇവിടുന്ന് അങ്ങോട്ടും ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുട്ടികളുടെ പോസിങ് കണ്ടില്ലേ, എന്ത് രസമായിട്ടാണ് കുട്ടികൾ ചെയ്യുന്നതെന്ന് അറിയാം. കാരണം ചെറിയ കുട്ടികളൊക്കെ ഇന്ന് ഈ ഒരു ബോഡി ബിൽഡിംഗ് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം എന്തായാലും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവരെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ശരീരത്തിനോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ദുശീലങ്ങളും കാര്യങ്ങളൊന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്തായാലും ഇപ്പോൾ അതാ അവർ തകൃതിയായിട്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മ്യൂസിക് പോസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ലെവലിൽ അവരതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ കണ്ടില്ലേ എന്ത് സെറ്റപ്പിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയാം. അപ്പോൾ ഭയങ്കര കയ്യടിയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഉഷാറായിട്ട് വൈഡൊക്കെ ഇരുന്നിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ചെറിയ കുട്ടികൾ നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു സ്റ്റേജിൽ നമ്മളെ ഗ്രൗണ്ട് തന്നെ വാണ്ട് ഉണർന്നിരിക്കുകയാണ് പിള്ളേർ കയറിയപ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ അവർക്ക് സമ്മാനദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അവർക്ക് വ്യത്യാസമായിട്ട് ഫസ്റ്റും സെക്കൻഡും ഒന്നും ചെയ്തില്ല. കാരണം എല്ലാവരും ഒരു ഈക്വൽ ലെവലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അവരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ സബ് ജൂനിയർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാസ്റ്റേഴ്സ്, സബ് ജൂനിയർ, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മത്സരങ്ങൾ അതിൻ്റേതായിട്ടുള്ള തകൃതിയിൽ ഇങ്ങനെ വരിക. ഇപ്പോൾ സബ് ജൂനിയർ നമ്മുടെ 55 കാറ്റഗറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 55 മുതലാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിലും 35-40 പേരോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ ഇത്രയും ബോഡി ബിൽഡേഴ്സ് ഇറങ്ങുന്ന ഒരു മത്സരം പാടിയാണ് ഇനി നമ്മുടെ 70ഉം 75ഉം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാറ്റഗറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ സബ് ജൂനിയർ മിസ്റ്റർ മലപ്പുറം 2024-25 വർഷത്തെ സബ് ജൂനിയർ മിസ്റ്റർ മലപ്പുറത്തിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല വണ്ണന്നര. അതേപോലെ തന്നെ വുമൺ ഫിസിക്കിലെ നമ്മുടെ 2024-25 നമ്മുടെ വുമൺ ഫിസിക്കിലെ മിസ്റ്റർ മലപ്പുറത്തിനെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ ടൈറ്റിൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വാശിയേറിയ മത്സരം. കാരണം നമ്മുടെ ടൈറ്റിലേക്ക് വന്നിരിക്കുന്ന സീനിയർ ടൈറ്റിലേക്ക് വന്നിരിക്കുന്നത്
5 പേര് നെല്ല് വന്നതിൽ 4 പേരും കട്ടക്കായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത. അതും 4 പേരും വർഷങ്ങളായിട്ട് ഇറങ്ങി പരിചയമുള്ള അതിൻ്റേതായിട്ടുള്ള സെറ്റ് ആൾക്കാരാണ്. ഇത് ഫസ്റ്റ് ആർക്ക് കൊടുക്കും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ശരിക്കും നമുക്ക് ജഡ്ജസിന് പോലും വന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഇത് നമുക്ക് എന്താണെന്ന് പറയാ, അത് ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പരാതിയും കാര്യങ്ങളും വരും. കാരണം അത്രക്ക് കട്ടക്കാണ് ഓരോരുത്തരും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തകർത്തിയായിട്ടുള്ള ലാസ്റ്റ് മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നിനും മെച്ചമുള്ള നമ്മുടെ 4 ബിൽഡേഴ്സ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തായാലും നമ്മൾ നന്ദി പറയുന്നത് നമ്മൾ ചങ്കായിട്ടുള്ള റിൻഷാനാണ് കേട്ടോ, നമ്മുടെ പവർ സ്പോർട്ട് ഫിറ്റ്നസിൻ്റെ നമ്മുടെ ഓണറും ട്രെയിനറുമായിട്ടുള്ള. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് പരിപാടി കഴിഞ്ഞത്. ലാസ്റ്റ് ഘട്ടം വരെ വളരെ ഭംഗിയായിട്ട് അത്ര ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഇതിൻ്റേതായിട്ടുള്ള ഈ പരിപാടി ഇറങ്ങാൻ തന്നെ അത്രയും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. നമ്മുടെ ക്യാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇത്രയും ഭംഗിയായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാസങ്ങളോളം ഇതിന് മെനക്കെടണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നമ്മുടെ നന്ദിയും കടപ്പാടും നമുക്ക് റിൻഷാനാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ഒരു വർഷത്തെ മിസ്റ്റർ മലപ്പുറം. അതിൻ്റെ പട്ടത നൽകുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ അടുത്ത വർഷമൊക്കെ ഭംഗിയായിട്ട് ഇതിലും ഭംഗിയായിട്ട് പരിപാടിയും BBAയുടെ മിസ്റ്റർ മലപ്പുറം നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക, ആശിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാസ്റ്റ് ഘട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെയും നമ്മുടെ പവർ സ്പോർട്ട് ഫിറ്റ്നസിൻ്റെ പേരിലും എല്ലാം നമ്മൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ്, അതും ഈ ഒരു കാണാനെത്തിയുള്ള കാഴ്ചക്കാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഭംഗിയായത്. ഓക്കെ.